ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് വൈഷ്ണവി. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. സോ ഞാൻ ഇന്ന് കാനഡയിൽ വന്നിട്ട് ഓൾമോസ്റ്റ് 1 വീക്കായി. എന്ത് പെട്ടെന്ന ദിവസമൊക്കെ പോകുന്നത്. ആൻഡ് ടുഡേ ഇസ് എ സൺഡേ. സോ വി തോട്ട് വി വിൽ ഗോ ഫോർ എ ചർച്ച് വിസിറ്റ്. ഇവിടെ അമ്പലങ്ങൾ പൊതുവെ കുറവാണ് ബിക്കോസ് മോൺട്രിയൽ ഇസ് എ ഫ്രഞ്ച് പ്രൊവിൻസ്. സോ ഇന്ന് നമ്മൾ പോകുന്നത് കാനഡയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ചർച്ചായ സെയിൻറ്റ് ജോസഫ് ഓരോട്ടറി ചർച്ചിലേക്കാണ്. സോ ഐ ഹോപ്പ് യു ഗൈസ് വിൽ ലവ് ദിസ് വീഡിയോ. ഇഫ് യു ഡു, please do share, subscribe and like this video and watch this video till the end. So നമുക്കിനി ചർച്ചിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മളിന്ന് പോകുന്നത് കാനഡയിലെ നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റ് ആൻഡ് ലാർജസ്റ്റ് ചർച്ചായ സെയിൻറ്റ് ജോസഫ് ഓഡിറ്റോറിയം ചർച്ചിലേക്കാണ്. നോട്ടർഡാം യൂണിവേഴ്സിറ്റിയുടെ പുറകിലുള്ള കാർ പാർക്കിംഗ് ഏരിയയിൽ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ പതുക്കെ യൂണിവേഴ്സിറ്റിയുടെ അകത്തൂടെ ചർച്ചിലേക്ക് നടക്കുന്നു. ആ കാണുന്ന കുന്നിന്റെ മുകളിലുള്ളതാണ് സെയിൻറ്റ് ജോസഫ് ഓഡിറ്റോറിയം ചർച്ച്. മൗണ്ട് റോയൽ എന്ന കുന്നിന്റെ മുകളിലാണ് ഈ ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. സെയിന്റ് ബ്രദർ ആൻഡ്രി സ്ഥാപിച്ച ഈ ചർച്ച് സെയിന്റ് ജോസഫിന് സമർപ്പിച്ച ഒരു കാത്തലിക് തീർത്ഥാടന കേന്ദ്രമാണ്. മൗണ്ട് റോയൽ സമ്മിറ്റിൽ നിന്നും 30 മീറ്റർ എബവ് നിർമ്മിച്ചത് കൊണ്ട് മോൺട്രിയലിലെ തന്നെ ഹയസ്റ്റ് ബിൽഡിംഗ് ആണ് ഈ ഓഡിറ്റോറിയം. ഏകദേശം 233 പടികൾ കയറി വേണം ഈ പള്ളിയുടെ മുൻവശത്തേക്ക് എത്താൻ. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ ചർച്ചിന്റെ ടോപ്പിലെത്തി. ചർച്ചിന് മുകളിൽ നിന്നും വി കൻ സീ ദ ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് ദ മോൺട്രിയൽ സിറ്റി. അങ്ങനെ വെളിയിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പതുക്കെ ചർച്ചിന്റെ എൻട്രൻസിലേക്ക് നടക്കുന്നു. നമ്മൾ അങ്ങനെ പള്ളിക്കുള്ളിലെത്തി. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ക്രിപ്റ്റ് ചർച്ച്. നല്ല ഹൈ സീലിംഗും ഒരു പീസ്ഫുള്ളുമായ ഒരു അന്തരീക്ഷം. ഈ കാണുന്ന സെയിന്റ് ജോസഫിന്റെ സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത് കരാറ എന്ന മാർബിൾ ഉപയോഗിച്ചിട്ടാണ്. ചർച്ചിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ കാണുന്ന വോട്ടീവ് ചാപ്പൽ. കുറച്ച് മങ്ങിയ അറ്റ്മോസ്ഫിയർ ആണ് ഈ ചാപ്പലിനുള്ളിൽ. ഇവിടുത്തെ സ്റ്റാച്യൂസിനെയും ലൈറ്റ്സിനെയൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഈ ലൈറ്റിംഗ്. ചാപ്പലിനുള്ളിൽ കുറെ സ്റ്റാച്യൂസ് ഉണ്ട്. ഈ കാണുന്നതാണ് സെയിന്റ് ജോസഫിന്റെ മെയിൻ സ്റ്റാച്യു. ക്രിപ്റ്റ് ചർച്ചിന്റെ മുകളിലാണ് ഈ കാണുന്ന ബസിലിക്ക. ബസിലിക്ക കണ്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ ചർച്ചിന്റെ ഒരു സ്റ്റോർ ഉണ്ട്. ഇവിടെ ബുക്സും കൊന്തയും നല്ല ബ്രോച്ചും ഒക്കെ വാങ്ങാൻ കിട്ടും. ആ കാണുന്ന സ്റ്റെപ്പ് കണ്ടോ? നമ്മുടെ മലയാളം മൂവിയായ 2 കൺട്രീസിന്റെ ചെന്തെങ്കിൽ ചാരത്ത് എന്ന പാട്ടിന്റെ ആദ്യ ഭാഗം ഷൂട്ട് ചെയ്തേക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. അങ്ങനെ പള്ളിയുടെ കാഴ്ചകളും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോവാണ്. So see you guys in my next video and thank you so much for watching.